ജയ് മോഹൻജി ഗുരുപാദയുടെ മറ്റൊരു എക്സ്പീരിയൻസ് ഷെയറിംഗ് വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. മെഡിറ്റേഷൻ സമയത്തെ ഭയപ്പെടുത്തുന്ന എൻ്റെ ചില അനുഭവങ്ങളാണ് ഇന്ന് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. മോഹൻജിയെ കണ്ടു വന്ന് ഒരു 5-6 മാസമൊക്കെ ഞാൻ മെഡിറ്റേഷനൊക്കെ ചെയ്തു വന്നു. ഒരു പുതിയ വീട്ടിലേക്ക് താമസം മാറി. അങ്ങനെ ആ പുതിയ വീട്ടിൽ ഞാൻ ഒരു വലിയ ഹാളുണ്ട്, അവിടെ ഇരുന്നാണ് മെഡിറ്റേഷൻ ചെയ്യാറ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം എനിക്ക് വല്ലാത്തൊരു ഭയം തോന്നിത്തുടങ്ങി. എൻ്റെ അടുത്ത് ആരോ ഉണ്ടെന്നോ എങ്ങനെ എന്തോ ഒരു തോന്നൽ എനിക്ക് വരുന്നു. പിന്നെ ഞാൻ ലൈറ്റൊക്കെ ഇട്ടിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ മെഡിറ്റേഷൻ ചെയ്ത് ഒരു ദിവസം ലൈറ്റ് ഇട്ടിട്ടുണ്ട്, എന്നാൽ പോലും എനിക്ക് ഭയം കൂടിക്കൂടി വരികയാണ് ദിവസം കഴിയുന്തോറും. അപ്പോൾ എനിക്ക് കണ്ണടച്ചിരിക്കുമ്പോൾ എന്തോ വളരെ സ്പീഡിൽ കടന്നു പോകുന്നു. വെളുത്ത എന്തോ ഒരു ഞാൻ രൂപമൊന്നും കാണുന്നില്ല, പക്ഷേ എന്തോ ഇങ്ങനെ പോയതുപോലെ എനിക്ക് തോന്നുകയാണ്. അങ്ങനെ ഞാൻ കണ്ണ് തുറന്ന് നോക്കി, ഒന്നുമില്ല. വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിളക്കിൻ്റെ അടുത്തേക്ക് കുറച്ചുകൂടെ അടുത്തേക്കൊക്കെ മാറിയിരുന്നു. എന്നാലും കണ്ണടയ്ക്കുമ്പോൾ പിന്നെയും പേടിയാവുകയാണ്. അപ്പോൾ ഞാൻ മോഹൻജിയെ നന്നായിട്ട് പ്രാർത്ഥിച്ചു. മോഹൻജി, എനിക്ക് വല്ലാതെ ഭയമാവുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ എന്നിട്ട് ഞാൻ കണ്ണടച്ചപ്പോഴേക്കും ഞാൻ കാണുന്ന എനിക്കൊരു വിഷൻ കാണിച്ചു തരികയാണ് മോഹൻജി. ആ ഹാളിൻ്റെ എല്ലാ ചുവരുകളിലും മോഹൻജിയുടെ തന്നെ ഫോട്ടോസ്, നിറച്ച് ഫോട്ടോസാണ്. മോഹൻജി ഫുൾ ഒരു സൂചി കുത്താൻ പോലും സ്ഥലമില്ലാതെ നിറയെ ഫോട്ടോസ്, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഫോട്ടോസ് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വെച്ചതുപോലെ ആ ഒരു ഭിത്തിയിൽ എല്ലായിടത്തും മോഹൻജിയുടെ ഫോട്ടോ അങ്ങ് നിൽക്കുന്നതായിട്ടുള്ള ഒരു വിഷനാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോഴേക്കും എനിക്ക് കുറച്ചൊരു ധൈര്യമൊക്കെ തോന്നി. പക്ഷേ അങ്ങനെ മെഡിറ്റേഷനൊക്കെ അന്ന് ചെയ്തു, എന്നാലും എനിക്ക് പൂർണ്ണമായിട്ടും ആ ഭയം മാറുന്നില്ല. വൈകിട്ട് നാമം ജപിക്കാനിരിക്കുമ്പോഴും കണ്ണടച്ചു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഇവിടെ ഹസ്ബൻഡിൻ്റെ മരിച്ചുപോയ ഒരു മുത്തശ്ശിയുടെ ഒരു രൂപമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും ഫോട്ടോ കണ്ടിട്ടുണ്ട്. ആ രൂപമാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്തുകയാണ്. ഞാൻ എന്തിനാ ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത്? ഞാൻ ആ മരിച്ചുപോയവരെ പറ്റി ചിന്തിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ തോന്നുന്നത് എന്നൊക്കെ വിചാരിച്ച് ഞാൻ എന്നെ തന്നെ കുറേ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ 2-3 ദിവസം അങ്ങനെ വൈകിട്ട് നാമം ജപിക്കുമ്പോഴും ഈ രൂപമാണ് ഓർമ്മ വരുന്നത്. പക്ഷേ രാവിലെ ഇതുപോലെ മെഡിറ്റേഷൻ ചെയ്യുന്നത് തന്നെ ബുദ്ധിമുട്ടായി. അവിടെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റാതായി. അപ്പോൾ ഞാനാണെങ്കിൽ നമ്മുടെ ആചാര്യ ചിത്ര ചേച്ചിയോട് ചോദിച്ചു, എനിക്കിങ്ങനെ ഭയം, അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. പക്ഷെ മെഡിറ്റേഷൻ നിർത്താനൊന്നും എനിക്ക് തോന്നുന്നില്ല. മെഡിറ്റേഷൻ എന്തായാലും തുടരണം, അത് വേണം എന്തായാലും എന്നൊരു ഉറച്ച തീരുമാനം തന്നെ ഉള്ളിലുണ്ടായിരുന്നു. ചേച്ചി പറഞ്ഞു എന്നോട്, ശിവകവചം വെച്ചിട്ട് മെഡിറ്റേഷൻ ഇരുന്നാൽ മതി, അങ്ങനെ പറഞ്ഞു. പക്ഷേ എനിക്ക് അത് 20 മിനിറ്റോളം ഉണ്ട്. അപ്പോൾ അത് കേട്ടതിന് ശേഷം മെഡിറ്റേഷൻ ചെയ്യാൻ എനിക്ക് ടൈമും കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ ആ സമയത്താണ് മോഹൻജിയുടെ ശബ്ദത്തിലുള്ള ഹനുമാൻ ചാലീസ യൂട്യൂബിൽ വരുന്നത്. അപ്പോൾ ഞാൻ അത് കേട്ടിട്ട് ഇരുന്ന് നോക്കി. അങ്ങനെ എനിക്ക് 2-3 ദിവസമൊക്കെ ചെയ്യാൻ പറ്റി. പിന്നെ പകലെപ്പോഴെങ്കിലും ശിവകവചം കേൾക്കും, അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടും എനിക്ക് മുഴുവനായിട്ട് മാറുന്നില്ല. ആ ഒരു ഭയം മുഴുവനായിട്ട് എന്നെ വിട്ടു പോകുന്നില്ല. അപ്പോൾ ചേച്ചി പറഞ്ഞത്, ഇത് ചെയ്ത് നോക്കുക, അത് ശരിയായില്ല എന്നുണ്ടെങ്കിൽ മൈത്രി ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആ സ്ഥലം മാറ്റി, ആ ഹാളിലിരുന്ന് മെഡിറ്റേഷൻ ചെയ്യാമെന്നുള്ള പരിപാടി മാറ്റി ബെഡ്റൂമിലിരുന്ന് മെഡിറ്റേഷൻ ചെയ്യാം, അവിടെ ഒരു സൈഡിൽ വിളക്ക് വെച്ച് ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിൽ ഞാൻ ബെഡ്റൂമിൽ പോയിരുന്നു. അങ്ങനെ ബെഡ്റൂമിലിരുന്നപ്പോഴും ആ ഒരു ബുദ്ധിമുട്ട് ഒരു ദിവസം ഉണ്ടായിരുന്നില്ല. അടുത്ത ദിവസം വീണ്ടും ആ ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റി. അത് എൻ്റെ ഭയമാണോ അത് എനിക്കറിയില്ല, പക്ഷേ ആ ഒരു എനർജി അവിടെയും എത്തിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അവിടെയും എത്തി. എനിക്ക് മെഡിറ്റേഷനിൽ ശരിക്കും ശ്രദ്ധിക്കാനോ ചെയ്യാനോ പറ്റുന്നില്ല. പക്ഷേ അത് എന്നെ വല്ലാതെ, എനിക്ക് പക്ഷേ ഉള്ളിൽ നിന്ന് ഭയങ്കരമായിട്ടും ഈ മെഡിറ്റേഷൻ തുടരണം എന്നുള്ള ഒരു
തോന്നൽ തന്നെയാണ്. ഈ ഭയം കാരണം അത് നിന്നു പോകുന്നത് എനിക്ക് ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല. അപ്പോൾ എനിക്ക് വല്ലാതെ ദേഷ്യം വരികയാണ് ചെയ്തത്. ആ ഒരു എനർജിയോട് എനിക്ക് വല്ലാതെ ദേഷ്യം വന്നു. ഞാൻ അതിനോട് ദേഷ്യപ്പെട്ടു. എൻ്റെ ഉള്ളിൽ നിന്ന് തിളച്ച് വന്നു ആ ഒരു ദേഷ്യം അതിനോട്. ഞാൻ അതിനെ യാതൊരു ഉപദ്രവവും ചെയ്യുന്നില്ല, എന്തിനെന്നെ ഉപദ്രവിക്കുന്നു എന്ന് ഞാൻ ഉള്ളുകൊണ്ട് ചോദിച്ചു. അത്രയും ദേഷ്യത്തിന് ഞാൻ ചോദിച്ചു. ഞാൻ നിങ്ങളെ യാതൊരു ഉപദ്രവവും ചെയ്യുന്നില്ലല്ലോ, എന്തിനെൻ്റെ പുറകെ വരുന്നു എന്നുള്ള അതിതീവ്രമായിട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് വന്നതോടുകൂടി ആ ശല്യം എന്നെ വിട്ടു പോയി എന്നുള്ളതാണ്. ഇതിലൂടെ ഞാൻ മനസ്സിലാക്കിയത്, നമ്മുടെ ഉള്ളിലെ ശക്തിയെ നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ഉള്ളിൽ ഒരു ശക്തി ഉണ്ട്. ഇതുപോലെ നമ്മൾ വേറെ ആരെയും ഉപദ്രവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ആരും ഉപദ്രവിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ബോധം നമ്മളുടെ ഉറച്ച് നിൽക്കുകയാണെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങളെ നമുക്ക് നേരിടാൻ പറ്റും. ആ ഒരു ഭയം, നമ്മളെ ഭയപ്പെടുത്തിയാണ് ഇതുപോലുള്ള ശക്തികൾ നമ്മളെ സ്വാധീനിക്കുന്നത്. നമുക്ക് ഭയമില്ല എന്നുണ്ടെങ്കിൽ ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതാണ് സത്യം. തീർച്ചയായും ശിവകവചവും ഹനുമാൻ ചാലീസയും തന്നെയാണ് എനിക്കിങ്ങനെ പ്രതികരിക്കാനുള്ള ഒരു ശക്തി നൽകിയത്. അതുപോലെ തന്നെ ഗുരുവിലോ ഇഷ്ടദൈവത്തിനോ ഉറച്ച വിശ്വാസമുള്ള ഒരാളെ ഒരു നെഗറ്റീവ് ശക്തിക്കും തൊടാൻ പോലും കഴിയില്ല. ഈ ശക്തികളൊക്കെ ഇത്രയും കാലം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, നമ്മളും ഉണ്ടായിരുന്നു. ഇത്രയും കാലം നമ്മളെ തൊട്ടില്ലല്ലോ. അതിന് കാരണം നമ്മുടെ ഈശ്വരവിശ്വാസവും ഗുരുവിലുള്ള വിശ്വാസവും ഒക്കെ തന്നെയാണ്. ഇതൊക്കെ ഇവിടെ ഉണ്ട്. ചില മെഡിറ്റേഷൻ്റെ ചില അവസ്ഥകളിൽ നമുക്ക് ഇങ്ങനെയുള്ളതിനെയൊക്കെ കാണാനും അനുഭവിക്കാനും ഒക്കെ ഒരു പവർ കിട്ടുന്നതാണ്. അല്ലാതെ അന്നേരം പെട്ടെന്ന് ഇതൊന്നും വന്നതൊന്നും അല്ല. ഇത്രയും നാൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത അതേ ശക്തികൾ ഇപ്പോഴും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഉണ്ട് നമ്മുടെ കൂടെ. അങ്ങനെ ഗുരു കൂടെയുണ്ട് എന്നുള്ള വിശ്വാസത്തോടെ ഞാൻ സന്തോഷമായിട്ട് എൻ്റെ മെഡിറ്റേഷനൊക്കെ തുടർന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഞാനൊരു കൊച്ചു കുട്ടിയാണെന്നും ഞാൻ ബാബയുടെ മടിയിലിരുന്നാണ് മെഡിറ്റേഷൻ ചെയ്യുന്നതെന്നും ചിന്തിക്കും. അങ്ങനെയാണ് പിന്നെ മെഡിറ്റേഷൻ ഞാൻ തുടർന്നത്. മുമ്പിൽ മോഹൻജിയുടെ ഫോട്ടോയും ഉണ്ട്. അപ്പോൾ എല്ലാ സൈഡിൽ നിന്നും പ്രൊട്ടക്ഷനായി എന്നൊരു വിശ്വാസം ഉറച്ചു മനസ്സിൽ. അതിനുശേഷം ഒരു 1.5 വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ തെരേസ മാമിൻ്റെ സ്നേഹപൂർവ്വം ആത്മാക്കൾക്കൊപ്പം തെരേസ എന്ന പുസ്തകം വാങ്ങുന്നത്. ഈ പുസ്തകം എനിക്ക് കിട്ടിയതിൻ്റെ അന്ന് രാത്രി തന്നെ ഞാൻ വെറുതെ ഒരു പേജ് മറിച്ചു നോക്കി. അപ്പോൾ കണ്ടത്, ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ ഊർജ്ജവിന്യാസം നടത്തി നമുക്ക് സന്ദേശങ്ങൾ നൽകുവാൻ ആത്മാക്കൾക്ക് സാധിക്കുമോ എന്ന ഒരു ഹെഡിങ്ങാണ് ഞാൻ കണ്ടത്. അത് സാധിക്കുമെന്ന് തന്നെയാണ് അതിൽ പറയുന്നത്. അതിനുശേഷം അടുത്ത ദിവസം രാവിലെ ഞാൻ ക്രിയ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ ക്രിയയ്ക്ക് വേണ്ടി ഉപയോഗിച്ച ആപ്പ് അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഓഫായിപ്പോയി. ഹസ്ബൻഡിൻ്റെ മുത്തശ്ശിയാണ് എനിക്കൊരു വിഷൻ കിട്ടുകയാണ് മുത്തശ്ശിയുടെ. ആ മുത്തശ്ശി കുറച്ചൊരു വിഷമിച്ചിരിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. അത് കുറച്ചും കൂടെ ഒരു വയസ്സായതുപോലല്ല, കുറച്ചുകൂടി ഒരു ചെറുപ്പമായിട്ടുള്ള ഒരു രൂപമാണ് ഞാൻ കാണുന്നത്. അത് കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ അവരെ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷേ ഞാൻ ആ സമയത്ത് വിചാരിച്ചു എന്താ ഇപ്പം ഇങ്ങനെ കാണുന്നത്. അപ്പോഴേക്കും ഈ സമയമായി കഴിഞ്ഞു, ക്രിയയുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് മാറാനുള്ള സമയമായി കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ആ ഒരു തോന്നൽ വന്നു, എന്താ ഫോണിൽ നിന്നൊന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് ഫോൺ നോക്കിയപ്പോഴേക്കും ഫോൺ എല്ലാം ക്ലിയർ ആയിരുന്നു. ഞാൻ ഉപയോഗിച്ചിരുന്ന ആ ആപ്പൊക്കെ ക്ലോസായി. അതിനു മുമ്പ് എടുത്ത ഒന്നും അതിലില്ല, എല്ലാം ക്ലിയറായിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് എന്തോ ഒരു തലേദിവസം ഇത് വായിച്ചതുമാണല്ലോ, അപ്പോൾ എന്തോ ഒരു കണക്ഷൻ ഫീൽ ചെയ്തു. പക്ഷെ ഞാൻ വീണ്ടും ആപ്പ് എടുത്ത് ക്രിയ മുഴുവനാക്കി. എന്നിട്ട് ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു, ഞാനിങ്ങനെ കണ്ടു, അന്ന് വൈകിട്ടായപ്പോഴാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഞാനിങ്ങനെ കണ്ടു, എന്തായിരിക്കും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതായിട്ട് കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ പറയുന്നു, മരിച്ച ദിവസമാണ് ആ ദിവസം. അന്ന് തന്നെ എനിക്ക് ആ ഒരു വിഷനും കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു, വിഷമിച്ചിരിക്കുന്നതായിട്ട് കണ്ടു, അപ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ ശ്രാദ്ധം അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും മുടക്കിയിട്ടോ എന്തെങ്കിലും ഉണ്ടാവും, അത് കുടുംബത്തിനെ അന്വേഷിച്ച് അത് ചെയ്യണം എന്നൊക്കെ ഞാനും പറയുകയും ചെയ്തു. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഈ അനുഭവം ഉണ്ടായപ്പോഴാണ്
ഞാൻ എൻ്റെ പഴയ ഭയപ്പെടുത്തുന്ന ആ അനുഭവത്തെക്കുറിച്ച് ഓർത്തത്. അതിലും ഇതേ ആൾ തന്നെയായിരുന്നു ഞാൻ നാമം ജപിക്കാതിരുന്നപ്പോൾ എനിക്ക് കിട്ടിയ വിഷനിൽ കണ്ടത്. അപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചതായിരിക്കുമോ എന്നൊക്കെ. അറിയില്ല എന്താണെന്ന്. ചിലപ്പോൾ ആയിരിക്കാം. എന്തായാലും എല്ലാ അനുഭവങ്ങളെയും മോഹൻജിക്ക് സമർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. ജയ് മോഹൻജി.